തിരുവനന്തപുരം ആനയറ മഹാരാജാസ് ലൈനിലെ ജനങ്ങളുടെ വഴിമുട്ടിച്ച കൂറ്റൻ പൈപ്പ് മാറ്റുന്നത് വൈകും. റൊട്ടേഷൻ ബെയറിംഗ് മാറ്റുന്ന ജോലി കഴിയാത്തതിനാൽ യന്ത്രഭാഗങ്ങൾ ഇന്നും എത്തിക്കാനായില്ല. ഇന്ന് തന്നെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസ് അറിയിച്ചു. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട്. ആനയറ മഹാരാജാസ് ലെയിനിൽ ഇവിടത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഈ പടുകൂറ്റൻ പൈപ്പുകൾ നീക്കാൻ ഇനിയും വൈകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റൊട്ടേഷൻ ബെയറിംഗ് മാറ്റുന്ന ജോലി പൂർണ്ണമായിട്ടില്ല. ബെയറിംഗുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ട്രയലിൽ വീണ്ടും പ്രശ്നങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് തന്നെ രണ്ടാമതും ഇത് അഴിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ പണി കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ബെയറിംഗുകൾ വീണ്ടും പിടിപ്പിച്ച് ട്രയൽ നോക്കിയതിനു ശേഷം മാത്രമേ ഇത് ആനയറയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം, അതായത് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെന്നൈയിൽ പൂർത്തിയാക്കി തിരിച്ച് സംസ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ളതാണ് നിലവിൽ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി ഒരു AE ചെന്നൈയിൽ സംഘത്തോടൊപ്പം ഉണ്ട് എന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. 6 ബെയറിംഗ് ആണ് മാറ്റേണ്ടത്. ഈ യന്ത്രം എത്തുന്ന മുറയ്ക്ക് ആനയറയിൽ ഈ മഹാരാജാസ് ലൈനിൽ ഈ പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലിക്കാരെ നിയോഗിച്ച് എത്രയും വേഗം ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് തീരുമാനം. ജോലികൾ ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമൊക്കെ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം പൂർത്തിയാക്കാനാകും എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിവരം. ഇത് പ്രകാരം, അതായത് ഒരു ഷെഡ്യൂൾ തന്നെ തയ്യാറാക്കി എത്രയും വേഗം ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ളതാണ് നിലവിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇവിടെ വയ്യാത്തവരുണ്ട്, അതായത് കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്കൂളിൽ പോകേണ്ടവരുണ്ട്, ജോലിക്ക് പോകേണ്ടവരുണ്ട്. പക്ഷേ ഒരു വീട്ടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ പൈപ്പുകൾ കൊണ്ട് ഇട്ടിരിക്കുന്നത്. അതായത് ഗേറ്റിനോട് ചേർന്ന് ഒരു മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഡ്രെയിനേജിന്റെ പണി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പൈപ്പുകൾ എത്തിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഈ പൈപ്പുകൾ എത്രയും വേഗം, അതായത് ഈ ഡ്രെയിനേജിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ പോലും ഈ പൈപ്പുകൾ ഇവിടെ വീടുകളിൽ നിന്ന് മാറ്റിക്കൊടുക്കണം എന്നുള്ളതാണ് നിലവിൽ ഈ നാട്ടുകാരുടെ ആവശ്യം.